നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് വിത്ത് ഡോക്ടർ ഷുബയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ടീനേജ് പ്രഗ്നൻസിയുടെയും ടീനേജ് സെക്ഷൽ എക്സ്പെരിമെന്റേഷന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ലിസണേഴ്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. ആക്ച്വലി അതില് നമ്മുടെ ടീനേജിന്റെ ഒരു സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ മാത്രമല്ല, അവർ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് ഫേസസും കൂടെയാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത്. കാരണം അഡോളസെൻസിൽ വരുന്ന ഇമോഷണൽ ഇൻസെക്യൂരിറ്റീസ്, ഇമോഷണൽ ട്രോമാസ്, അവർക്ക് സൊസൈറ്റിയിൽ നിന്ന് ഫേസ് ചെയ്യുന്ന പ്രഷേഴ്സ്, അതിന്റെ കൂടെ വരുന്ന ഒരു ചെറിയ ടോപ്പിക് മാത്രമാണ് സെക്ഷൽ എക്സ്പെരിമെന്റേഷനും പ്രഗ്നൻസി. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് അതിന്റെ ഫസ്റ്റ് കൺസേൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇതില് ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒരു കൺസേൺ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അങ്ങനെ അല്ല. ഇതിനകത്തുള്ള അവയർനെസ് പൊതുവിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, സാധാരണ ക്ലിനിക്കില് വന്ന് പേഷ്യൻസ് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു സീക്രസി ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ലാത്ത ഒരു ടൈറ്റിൽ പോലെ പാരന്റ്സ് അവതരിപ്പിക്കുന്നതും കുട്ടികൾ അവതരിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോ എന്റെ ഫസ്റ്റ് കൺസേൺ ഇതാണ്, ഇതിനകത്ത് സീക്രസി ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നോർമലി ഉള്ള നമ്മുടെ ഫിസിക്കലി ഉള്ള എന്ത് കൺസേൺസും ഷെയർ ചെയ്യുന്നത് പോലെ ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് എന്നുള്ളതാണ്. അത് ഒരു പ്രോത്സാഹനകരമായിട്ടുള്ള പ്രസ്താവന അല്ല. ആക്ച്വലി അതിന് അത്രയും സിമ്പിൾ ആയിട്ടും വളരെ ഓപ്പൺ ആയിട്ടും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കൺസേൺ. രണ്ടാമത് വന്നിട്ടുള്ള ഒരു ക്വരി അല്ലെങ്കിൽ ഒരു നീഡ് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, റിസ്ക് എലമെന്റ്സ് ഞാൻ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോ അതിലോട്ട് ആ ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് ഫസ്റ്റ് എന്നെ എൻ്റർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു ഇതിനകത്ത് കുട്ടികളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും, അവർക്ക് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും, അവർക്ക് ഇമോഷണലിയും ഫിസിക്കലിയും അവരെ കൂടെ നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് തന്നെ ആ ടൈറ്റിൽ നമ്മളത് പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത് പൊതുവെ മെൻസ്ട്രേഷനെ കുറിച്ചും അതുമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള അവർക്ക് നടക്കുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനെ കണക്ട് ചെയ്ത് വരുന്ന ഒരു വലിയ സ്പെക്ട്രം ഓഫ് കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോ ഈ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ നടത്തുമ്പോഴത്തേനും നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ചാണ്. അപ്പൊ അത് നമ്മൾ ടച്ച് ചെയ്തില്ല എന്നുള്ളത് ഒരു പോയിന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കിപ്പോ സംസാരിക്കാം. അപ്പൊ സാധാരണഗതിയിൽ കോമൺ ആയിട്ട് കാണുന്നത് ക്ലമീഡിയൽ ഇൻഫെക്ഷൻ ആണ്. അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സാധാരണഗതിയിൽ അസിംറ്റമാറ്റിക് ആയിട്ട് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് കടന്നു പോകുന്നത്. അത് ട്രീറ്റ്മെന്റിൽ സാധാരണ ഞാനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഒരു ലേറ്റ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന, ഇൻഫെർട്ടിലിറ്റിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാവുന്ന ഒരു കണ്ടീഷനാണ് ക്ലമീഡിയൽ ഇൻഫെക്ഷൻ. അതുപോലെ തന്നെയാണ് സിഫിലിസിൽ സാധാരണ ഇതിൽ സോറ് കാണുന്നത്. അത് വ്രണങ്ങളായിട്ട് ഫോം ചെയ്യും, ചൊറിച്ചിലുണ്ടാകും, ഡിസ്ചാർജും ഉണ്ടാകും. പിന്നെ ഡിസ്ചാർജ് ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് ഗൊണോറിയ. അതിലും പെനൈൽ ഡിസ്ചാർജും ഉണ്ടാകും, വജൈനൽ ഡിസ്ചാർജും ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആണ്. അത് സാധാരണഗതിയിൽ വാർഡ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അത് പെനൈൽ വാർഡ്സ് ആയിട്ടും ഫോം ചെയ്യും, വജൈനൽ വാർഡ്സ് ആയിട്ടും ഫോം ചെയ്യും. അതുപോലെ HIV AIDS നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് കേൾക്കുന്നത്, എനിക്ക് തോന്നുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്റെ കാറ്റഗറിയിൽ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണിത്. അപ്പോ ഇതൊരു ഇമ്മ്യൂണോ സപ്രസന്റ് ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതല്ലാതെ ആ കണ്ടീഷൻ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ട്രക്യോമോണിയസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഇതും സാധാരണഗതിയിൽ ചൊറിച്ചിലും ബേണിംഗ് മിക്ചറേഷനുമായിട്ടാണ് വരുന്നത്. സാധാരണഗതിയിൽ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാലായിട്ടുള്ള പിൽസിന്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിംറ്റംസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. അത് ഈ ടീൻസിനിടയിൽ അങ്ങനെ ഒരു സിംറ്റം കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്.
പ്രോപ്പറായിട്ട് ഇതിന് സ്ക്രീനിങ് ആവശ്യമുണ്ട്. റെഗുലർ ഇന്റർവെൽസിൽ സ്ക്രീനിങ് എടുക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. അതിനകത്തുള്ള സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചും കുട്ടികൾക്ക് ഒരു ഐഡിയ കൊടുക്കണം. പ്രധാനമായിട്ടും നമുക്ക് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കൺട്രോൾ ചെയ്യാനായിട്ട് 95% സക്സസ്ഫുൾ എന്ന് ഇപ്പോൾ കറന്റ് പറയാൻ പറ്റുന്നത് കോണ്ടംസ് ആണ്. അപ്പൊ അതിൽ മെയിൽ കോണ്ടംസും ഫീമെയിൽ കോണ്ടംസും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും അതിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും അതിന്റെ യൂസ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും മടി കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ അതിന്റെ മെഡിക്കൽ കൺസേൺസിലെ അവർക്ക് വരാവുന്ന കണ്ടീഷൻസ്, അതായത് ഫിസിക്കലി വരാവുന്ന കണ്ടീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മെന്റലി വരാവുന്ന കണ്ടീഷൻസിന് നമുക്കറിയാം. ഇപ്പോ ഇതിനകത്തൊരു എത്തിക്കൽ കൺസേൺ ഉള്ളത് സാധാരണഗതിയിൽ പ്രഗ്നന്റ് ആയി, അത് ടീനേജിൽ അഡോളസെന്റിൽ പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയെ കുറിച്ച് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു ടാബും ഉണ്ട്. നമുക്കൊരു അങ്ങനെ ഒരു അതൊരു നോർമലി എടുക്കാനായിട്ടുള്ള ഒരു വിശാല മനസ്കത നമ്മുടെ സൊസൈറ്റിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആസ് ഓഫ് നൗ. ഇനി വരും, ഉറപ്പായിട്ടത് വരും. പക്ഷേ ഇപ്പോ അറ്റ് പ്രസന്റ് അതൊരു ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ട്രോമ വളരെ വലുതാണ്. പക്ഷെ ഇതിനകത്ത് സങ്കടകരമായ കാര്യം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് മെഡിക്കൽ പേഴ്സണൽസ് ഇതിന്റെ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു സീക്രസിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രൈവസിയെ കുറിച്ച്, ഈ കുട്ടിയുടെ പ്രൈവസി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു പ്രോട്ടോകോൾ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയും കുട്ടിയുടെ പാരന്റ്സ് സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന ഒരു പ്രഷർ നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ബാക്കപ്പ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കുട്ടിക്ക് മാത്രമല്ല കുട്ടിയുടെ പാരന്റ്സിനും കൊടുത്താൽ മാത്രമേ ആ ഒരു സപ്പോർട്ട് യഥാർത്ഥത്തിൽ നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതൊരു ഇമോഷണൽ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അടുത്ത്, അതായത് നമ്മൾ ഈ പറയുന്നത് ടീനേജിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ക്യാരി ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കുട്ടിക്ക് അടുത്ത് സ്കൂളിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാം അവർക്ക് കമ്പൽസറി ആയിട്ടുള്ള ഒരു സ്കൂളിംഗ്, ബേസിക് സ്കൂളിംഗ് കൊടുക്കണം. അത് കിട്ടും അവർക്ക്. അതിനായിട്ടുള്ള അവർക്ക് ലീഗലി അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് ആ സമയത്ത് കൊടുക്കുക തന്നെ വേണം. ഇവർക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സാധാരണഗതിയിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് കൺസേൺസ്, അതായത് അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, അമ്മയുടെ ആയുസിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ 18 ഇയേഴ്സിന് മുന്നേ ഒരു കുട്ടി അമ്മയാകേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതിനകത്ത് ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു അഡൽറ്റിന്റെയോ ഒരു സൂപ്പർവിഷനിലാണ് ഈ കുട്ടിയെ ലീഗലി നമ്മൾ വളർത്തുക. ആ ഒരു സമയത്ത് അങ്ങനെയാണ് പോകുന്നത്. ഈ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതും ലീഗലി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് മെഡിക്കൽ പേഴ്സണൽസിന്റെ ഹെൽപ്പ് എടുക്കുന്നത് ആദ്യം മുതൽ, അതായത് പ്രിവെന്റീവ് സൈഡ് മുതൽ അതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ മുതൽ ട്രീറ്റ്മെന്റിന്റെ കംപ്ലീഷൻ വരെ ആവശ്യമുണ്ട്. എന്തെങ്കിലും എക്സ്ട്രാ കൺസേൺസ് വന്നോ ഈ സമയത്ത്? മാം, കഴിഞ്ഞ മൈക്ക് ക്ലോസ് ആയിട്ട് പിടിക്കോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് സ്റ്റാർട്ടായത് ഇതല്ലായിരുന്നു, ഐ മീൻ അബോർഷനെ പറ്റിയും അതിന്റെ കാര്യമില്ല. അപ്പൊ എനിക്ക് ഇത് സ്ട്രിക്ട്ലി മെഡിക്കൽ റിലേറ്റഡ് ആണോ അറിയില്ല. ഞാൻ ഒരുപാട് ക്യാമ്പയിനിങ് ഒക്കെ കാണുന്നുണ്ട്. ഐ മീൻ ലൈക്ക് അബോർഷൻ ഈസ് ലൈക്ക് കില്ലിങ് സമ്മോൺ, ആ ഒരു രീതിയിൽ. അപ്പോൾ അത് മെഡിക്കലി ശരിക്കും അത് കറക്റ്റ് ആണോ? ലൈക്ക് അബോർഷൻ എന്ന് പറയുന്ന ആ കുട്ടീനെ നമ്മൾ കൊല്ലുന്നത് പോലെ തന്നെയാണോ ശരിക്കും? ഇത് ഒരുപാട് കോൺട്രവേഴ്സി ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇപ്പോൾ ഉള്ള നമ്മുടെ മെഡിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നതും നമ്മുടെ ലീഗൽ പോയിന്റ്സും വെച്ചിട്ട് ഒരു സ്ട്രക്ചർ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് പൂർണ്ണമായിട്ടും ഇതിനകത്ത് ഈ അബോർഷൻ തെറ്റാണ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് മതപരമായ കുറെ കൺസേൺസ് വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈ പ്രത്യേകിച്ചും ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരുപാട് പേര് ഇതിനെ നിയമപരമായിട്ട് കില്ലിംഗ് എന്ന് പറയാം, അതായത് ഇതിന് ഒരു കൊലപാതകം എന്ന് തന്നെ പറയുന്ന തരത്തിലേക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, ഒരുപാട് കമ്മ്യൂണിറ്റിക്കകത്തും ഇത് ഭയങ്കര പ്രശ്നമുള്ള, വളരെ ഭീകരമായിട്ടുള്ള ഒരു ക്രിമിനൽ കണ്ടീഷനായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നിയമം പറയുന്നത് 18 വയസ്സിന് മുന്നേ ഉള്ള കുട്ടിക്ക് അത് അബോർഷ് ചെയ്യുന്നത് അവർ റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതാണ്, നോട്ട് ഫോഴ്സിങ്. അപ്പോൾ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്
മിക്കപ്പോഴും പാരന്റ്സിനോടും അഡൽസിനോടും ആയിരിക്കും. ഈ 18 വയസ്സാകുന്നോടം വരെ ഇയാൾക്ക് സ്വയമായിട്ട് തീരുമാനമെടുക്കാൻ മറ്റൊരാളുടെ സപ്പോർട്ട് വേണം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. പ്രത്യേകിച്ചും ഇതുപോലൊരു തീരുമാനമെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന തീരുമാനം മിക്കപ്പോഴും ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് ടു ഗോ ഫോർ ആൻ അബോർഷൻ. ബിക്കോസ് അതല്ല ഞാന് വന്നതല്ല. അപ്പൊ ഇതില് ക്യാമ്പയിനിങ് പറയുന്നുണ്ട് അബോർഷൻ അത് ആ ഒരു സോളിനെ കൊന്നു കളയുന്നത് തന്നെയാണെന്ന്. പക്ഷെ ചിലത് പറയുന്ന എംബ്രയോ ഫോം ആയാലും ജീവൻ വരാൻ ടൈം എടുക്കും, സോ അത് കില്ലിങ് അല്ല എന്നും ഇല്ല, പറയുന്നുണ്ട്. അത് എംബ്രിയോ ആകുമ്പോൾ ജീവനായി കഴിഞ്ഞു. ആയി അതിൽ കഴിഞ്ഞു. തർക്കമൊന്നുമില്ല. അത് ജീവനായി കഴിഞ്ഞു. അപ്പോ അത് ഫുള്ളി ഫോംഡ് അല്ലാന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഫുൾ അതിനകത്ത് ഫോംഡ് ഒരു ഹ്യൂമൻ അല്ലാന്നേ ഉള്ളൂ. അല്ല, അത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഓക്കെ, പറഞ്ഞാൽ ഒരു ജീവനായി കഴിഞ്ഞു. ഓക്കെ, അതിനകത്ത് ജനറ്റിക് കോഡ് എല്ലാം ഫോം ആയി കഴിഞ്ഞു. അതിന് ചിലപ്പോ അത് ഓർഗൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവൂല, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രൂപം ഉണ്ടായിട്ടുണ്ടാവൂല. സ്റ്റിൽ അതൊരു ജീവനാണ്. അപ്പൊ അത് ആയി കഴിഞ്ഞു ആ ഒരു സമയത്ത്. അപ്പൊ അത് പ്രഗ്നൻസി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, ഭ്രൂണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത് ജീവനാണ്. അപ്പൊ അവിടെ തർക്കമൊന്നും വേണ്ട. പക്ഷേ ഇത് അതിനെ ജീവനായിട്ട് ഈ ഭൂമിയിൽ കൊണ്ടുവരണോ, ഒരു ജീവിയായിട്ട് വളർത്തണോ, അത് സർവൈവ് ചെയ്യുമ്പോഴത്തേനും അതിന് വേണ്ടുന്നുള്ള എല്ലാം കൊടുക്കാനായിട്ട് ഇയാൾ കേപ്പബിൾ ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോ അത് കില്ലിങ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷെ അതുപോലെ തന്നെ മാം വേറൊരു സംഭവം, ഇത് നമ്മള് ആ ഒരു ഇത് രോഗം വന്ന ഇപ്പോ ഇത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വന്ന ഒരാളെ ഇത് സൊസൈറ്റിയിൽ നോക്കുന്ന ഇത് പറഞ്ഞല്ലോ. ഉം, അപ്പൊ നമ്മളിപ്പോ അപ്പൊ ഒരു പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഇത് സലൈവ വഴിയും ഇത് വരാമെന്നൊക്കെ ഉള്ള രീതിയിൽ ആ, നമുക്ക് ഇത് ഞാൻ സ്കൂളിൽ ആ, പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അതെ. അത് പെട്ടെന്ന് ട്രാൻസ്മിറ്റഡ് ആവുന്നൊരു ഇതാണെന്ന് ഉം. പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ലൈക്ക് ഹൗ ടു അപ്രോച്ച് ദം ഓർ ഹൗ ടു ഇത് ബി വിത്ത് ദം. അതായത് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരാളുമായിട്ട് ഇപ്പൊ എന്റെ ഫ്രണ്ടോ എന്റെ ഫാമിലിയിലുള്ള ഒരാളോ ആണ്. അപ്പൊ എനിക്ക് എന്റെ സൊസൈറ്റിന്ന് കംപ്ലീറ്റ് അങ്ങനെ പുഷ് ഔട്ട് ചെയ്ത് കളയാൻ ഉം. പറ്റൂല. എനിക്ക് ഓക്കെ. എന്റെ കൂടെ വേണം. സോ നമ്മൾ എങ്ങനെയാ ആ പുള്ളിനെ അപ്രോച്ച് ചെയ്യുക? ലൈക്ക് ഹൗ ടു ഹാൻഡിൽ ദം? അപ്പൊ അതിൽ ഏതാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആൾക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ പറ്റി പറഞ്ഞു. അതിൽ ഈ സലൈവ വഴിയും മറ്റേ അല്ലാതെ ഡിസ്ചാർജ് വഴിയും അത് വഴിയും പാരന്റൽ വഴിയും ഒക്കെ വരുന്നത് HIV AIDS ആണ്. അതാണ് അങ്ങനെ വരുന്നത്. അല്ല ബാക്കിയെല്ലാം ഇന്റിമേറ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് കൊണ്ട് മാത്രം വരുന്നതാണ് അപ്പൊ ഈ ബാക്കിയെല്ലാം സലൈവ വരുന്നത്. ബ്ലഡിന്റെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഏത്? അതായത് ചിലത് ഇതിപ്പോ സലൈവ ജസ്റ്റ് ആയാൽ തന്നെ വരും, ഇല്ല, അതാണ് ചിലത് ഞാൻ ഈ പറയാൻ. ആ അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ വരുന്നത് നമുക്ക് പ്രിക്കോഷൻ എടുക്കാമെന്നുള്ളതാണ്. അയാളെ പുഷ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതായത് അയാളെ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയോ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പറഞ്ഞു വിടുകയോ മാറ്റി നിർത്തുകയോ ഐസൊലേറ്റ് ചെയ്യണോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അത് പ്രിക്കോഷൻ ആയിട്ട് എടുക്കുന്നത്. അതൊരു ഇന്റലക്ച്വൽ ഡിസിഷനാണ്. അതിനകത്ത് ഇമോഷൻസ് വരുന്നത് വളരെ ബുദ്ധിപരമായിട്ടായിരിക്കണം. അപ്പൊ അയാളുടെ നമുക്ക് ഈ കണ്ടീഷൻ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അതിനകത്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ പേഴ്സണിനെ അപ്രോച്ച് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനകത്തുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. കാരണം ഇപ്പോ നമ്മള് ഈ ഗൂഗിൾ പോലെയോ മറ്റ് സോഴ്സസിൽ നിന്ന് എടുക്കുന്നത് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിനകത്ത് കടത്തിവിടുന്നുണ്ട്. അപ്പൊ അത് എടുക്കുക, സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ളത് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ പേഴ്സന്റെ, അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഹെൽപ്പ് എടുക്കുക. അതല്ലാതെ ആ പേഴ്സണെ സ്ട്രിക്ട്ലി അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ഒരിക്കലും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല. പിന്നെ ഒരു കാര്യം, അയാൾക്ക് മാക്സിമം ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അയാളുടെ നിന്ന് അസുഖം ചോദിച്ചു മേടിക്കുക എന്നുള്ളതല്ല. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേനും അയാളെ മാറ്റി നിർത്താതിരിക്കുകയും നമ്മുടെ പാർട്ടായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഡിസീസസ് ഹെറിഡിറ്ററി വരാൻ ചാൻസ് ഉണ്ടോ? അതാണ് ഈ HIV AIDS പറയുന്നത്. അതായത് പാരന്റ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരാനായിട്ടുള്ള, പ്രത്യേകിച്ച് അമ്മയ്ക്ക് കിട്ടുമ്പോഴത്തേനും അമ്മയുടെ നിന്ന് ആ ഭ്രൂണത്തിലേക്ക് വന്നിട്ട് പിന്നെ അത് ജനിക്കുന്ന കുഞ്ഞ് HIV തന്നെ ജനിക്കുന്നത്. ആലോചിച്ച് നോക്കിക്കേ, എന്ത് അപ്പൊ ഭയാനകരമായ ഒരു അങ്ങനെ അവസ്ഥയാണ്. അങ്ങനെ തന്നെയാണെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസീസ് ഉള്ള ഒരാളെ നമ്മൾ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യോ? അപ്പൊ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? ലൈക്ക് അവരുടെ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? അല്ല, എന്തായാലും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് പേഴ്സൺ ടു പേഴ്സൺ ആണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ അതിനകത്തൊരു ഡിസിഷൻ മേക്ക് ചെയ്ത് തരേണ്ട ആളല്ല. കാരണം യു ക്യാൻ ചൂസ് ഇറ്റ് ബിക്കോസ് ഓൾറെഡി യു ആർ നോയിങ്
നിങ്ങളുടെ ഒരു പാർട്ണർ ആകാൻ പോകുന്ന ആള് അങ്ങനെ ഒരു കണ്ടീഷനുള്ള ആളാണെന്ന് മനസ്സിലാകുമ്പോഴത്തേനും ആ ഒരു വഴി ചൂസ് ചെയ്യാണ്. ബിക്കോസ് ദർ ആർ ചാൻസസ് ടു അല്ല ഹാവ്. എന്നാലും പ്രിക്കോഷൻസ് എടുക്കാമല്ലോ. അതിനാണോ ഈ ഈ കോണ്ടംസ് ഇപ്പോ ഒക്കെ? അത് കോണ്ടംസ് ഒരു സംഭവമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. അതിൽ ചിലതിലൊക്കെ വാക്സിൻസ് ഉണ്ട്. അപ്പോ വാക്സിൻസിന് പുറമെ ഈ കോണ്ടംസ് പോലുള്ള പ്രിക്കോഷൻസ് എടുക്കാം. അല്ല അത് അപ്പോ ഇതിലും ഇത് നമ്മളിപ്പോ സെക്ഷലി നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യുമ്പോഴും ഇത് നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഇല്ലായിരിക്കോ? ഐ മീൻ ഓറൽ ചെയ്തുകൂടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതന്നെ ഇപ്പോ ഈ ഈ- ഈ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്സ് ഒക്കെ വരുന്ന സംഭവം, അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒക്കെ വരുന്നത്, അതുപോലെ തന്നെ സിഫിലിസ് വരുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ ത്രോട്ടിലും മൗത്തിലൊക്കെ അതിന്റെ വരാറുണ്ട്, സോഴ്സ് വരാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സംഭവം. അപ്പൊ അങ്ങനെ വരുന്ന സംഗതികളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻ എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ റിസ്ക് അറിഞ്ഞിരിക്കുക, ചാലഞ്ചസ് അറിഞ്ഞിരിക്കുക. അപ്പൊ അറിഞ്ഞിരുന്നിട്ട് അങ്ങനെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ആളെ ഒഴിവാക്കുകയാണോ നല്ലത്, അത് പ്രയോറിറ്റി സ്ട്രിക്ട്ലി ഓൺ യോസ്. മാം ഒരു ഡൗട്ട്. ഇപ്പോ ഈ അസുഖം ഇത് പാരന്റും ഈ സെക്ഷലും അല്ലാതെ നോർമലി വരാറുണ്ടോ? ലൈക്ക് റാൻഡം ആയിട്ട് അങ്ങനെ വരുന്ന അസുഖമാണോ ഇത്? അങ്ങനെ കുറവാണ്, വളരെ വരാറുണ്ട് അപ്പോ? വരാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ചില ഫംഗൽ ഇൻഫെക്ഷന്റെ കാര്യം, ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ കാര്യം. അപ്പൊ അത്തരം സംഗതികൾ ഡിസ്ചാർജ് വഴി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ഇതില് അണ്ടർ ഗാർമെന്റ്സ് ഷെയർ ചെയ്യുന്നത്, ചില പർട്ടിക്കുലർ സംഗതി ടവൽസ് യൂസ് ചെയ്യുന്നത്, അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെ ഒക്കെ ടവൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ പക്ഷെ ക്ലോസ് ഇടയ്ക്ക് ഈ ഫ്രണ്ട്സ് അവരൊക്കെ പറഞ്ഞു അത് പ്രോപ്പർ ആണോന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഒരുമിച്ച് നടന്നാലോ കൂടെ ചിരിച്ചാലോ കളിച്ചോ അങ്ങനെ നടന്നാലും ഇതൊന്നും സ്പ്രെഡ് ആവത്തില്ലെന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെ സാധ്യത കുറവാണ്. അങ്ങനെ ഇപ്പോ ഒരു ഫ്രണ്ട് സർക്കിളിനകത്ത് ഒരുമിച്ച് ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ടോ, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചെന്ന് പറഞ്ഞിട്ടോ, ആ അതുപോലെ ഒരു തന്നെ ഇപ്പം ഒരു എയ്ഡ്സ് ഉള്ള ഒരാൾ സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കണം, നമ്മൾ ആ പൂളിൽ ഇറങ്ങി അങ്ങനെ സ്പ്രെഡ് ആവില്ല എന്നൊക്കെ അതിനൊക്കെ സാധ്യത ഭയങ്കര കുറവാണ്. വളരെ 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 കുറവാണ്. ലൈക്ക് അതൊരു ഭയങ്കര വളരെ ട്രേസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പൊ കാരണം അത്രയ്ക്ക് അങ്ങനെ ഓടി വന്ന് പിടിക്കുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല. അത് മ്യൂക്കസ് ലെയർ ആണ്. നമ്മുടെ മ്യൂക്കസ് ലെയേഴ്സ് സാധാരണ നമുക്ക് ആ ഒരു കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് വായ്ക്കകത്തുള്ള മ്യൂക്കസ് ലെയറും വജൈനക്കകത്തുള്ള മ്യൂക്കസ് ലെയറും പിന്നെ പെനിസിന്റെ ടിപ്പിൽ കാണുന്ന മ്യൂക്കസ് ലെയേഴ്സും ഒക്കെയാണ്. ആ വഴുവഴുപ്പുള്ള സ്കിന്നാണ് സാധാരണഗതിയിൽ ഈ ഓർഗാനിസത്തിന് എൻ്റർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ എക്സ്പോസ്ഡ് ആകുന്ന സ്ഥലത്താണ് ഈ ഓർഗാനിസത്തിന് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ചാൻസസ് ഭയങ്കര റെയർ അല്ലേ. അപ്പൊ ഈ മൊസ്കിറ്റോ ക്യാരി ചെയ്യുന്നുണ്ടോ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒന്നും അങ്ങനെയൊന്നും ബ്ലഡ് വഴിയായാലും മൊസ്കിറ്റോക്ക്? ഇല്ല. അത് ഇതുവരെ അങ്ങനെ സ്റ്റഡീസ് കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സാധനം. അതൊരു ഡൗട്ട് പോലെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പഠിച്ചതുപോലെ വേഗിലി എവിടെയോ പഠിച്ചതുപോലെ ഇതുവരെ അങ്ങനെ ഒരു പോസിറ്റീവ് പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ സെക്ഷലി കണക്റ്റഡ് ആവുമ്പോൾ നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്താലും വരൂലെന്ന് ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? ഷുവർ അല്ല. അതാണ് പോസിബിലിറ്റി 95% പറയുന്നത്. 95%. അതിൽ ഈ 5% പറയുന്നത് ടിയർ ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഈ കോണ്ടംസ് കീറിപ്പോകാം, അത് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആകാം, പിന്നെ അതിനകത്തുനിന്ന് ലീക്ക് വരാം. അപ്പൊ ഇങ്ങനെ പല സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതെല്ലാം വരാനുള്ള സാധാരണ ഈ 5%ന്റെ ഒരു ചാൻസ് ഇട്ടിരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ അവിടെ ഒരു വലിയ സംഭവം 95% പ്രൊട്ടക്ഷൻ ഉണ്ട്. 5 മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരാനുള്ള സാധ്യത. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചാൻസ് എടുക്കാതിരിക്കുമ്പോൾ അത് പിക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ആ ഒരു പോസിബിലിറ്റിയെ അതായത് പ്രിക്കോഷനിൽ നമ്മൾ അത് ഒരു വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. കോണ്ടംസ് എസ്പെഷ്യലി മെയിൽ കോണ്ടംസും ഉപയോഗിക്കും, ഫീമെയിൽ കോണ്ടംസ് ഉപയോഗിക്കും. അപ്പൊ മെയിൽ കോണ്ടംസ് യൂസ് ചെയ്യാനുള്ള എളുപ്പം, റെഡിലി അവൈലബിൾ ആണ്, മറ്റേതിനെങ്കിലും കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മള് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വാങ്ങുമ്പം അവരുടെ ഒരു നോട്ടവും ഭാവവും ചിലയിടത്തൊന്നും അത് എല്ലാവരും ഈസിലി നമുക്ക് അത് കംഫർട്ട് അല്ല. അതിനെ കുറിച്ച് എന്താണ് പറയാറ്? അത് സൊസൈറ്റിയുടെ പ്രശ്നമാണ്. ഇതിപ്പോ നമ്മളിപ്പം 18 ആണ് ലീഗൽ ഏജ് എങ്കിലും നമ്മള് പോകുമ്പോഴത്തേക്ക് അവരൊരു നോട്ടവും ഒരു പുച്ഛഭാവവും നിനക്കെന്തിനിപ്പം ഇതിന്റെ ആവശ്യം, ആ രീതിയിലൊക്കെയാണ് അവരെ
ടോക്കും കാര്യങ്ങളൊക്കെ. ലീഗലി നമുക്ക് ഓവർ ദ കൗണ്ടർ വാങ്ങാവുന്നതാണ് കോണ്ടംസ്. അപ്പൊ അതിന് 18 വയസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, Okay. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഓവർ ദ കൗണ്ടർ വാങ്ങാൻ പറ്റും കോണ്ടംസ്. അപ്പൊ ഇതില് നമുക്ക് ഈ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ ഈ ഓപ്പൺ ടോക്ക് വേണം എന്ന് പറയുന്നത് ഇതൊരു അബ്നോർമൽ സംഗതി അല്ല എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ but അത് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. ബട്ട് സ്റ്റിൽ നീ ഇപ്പൊ പറഞ്ഞില്ലേ, സ്റ്റിൽ അതായത് ആള് ഇപ്പൊ പോയി ഒന്ന് വാങ്ങുമ്പോഴത്തേന് എന്തോ ഒരു അപരാധം ചെയ്യാൻ പോകുന്ന പോലുള്ള ഒരു ഭാവമാണ്. സി അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാരും കുറച്ചുകൂടെ ഓപ്പൺ ആകേണ്ടിയിരിക്കുന്നു ഈ സംഭവത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ലീഗലി അത് പ്രശ്നമല്ല കേട്ടോ. ഇപ്പൊ 18 വയസ്സിന് മുന്നേ ആയാലും ഓവർ ദ കൗണ്ടർ അത് വാങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കത് ആളുകളുടെ റിയാക്ഷൻ മാറണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുത്ത് ആളുകൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി ഇതിനെ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം വരണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോ ലീഗലി ഇത് 18 ഇയേഴ്സിന് ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോ ആ ഒരു ആ ഒരു പ്രായത്തിന് താഴെയുള്ള ഇത് സെക്ഷലി ഇത് ട്രൈ ചെയ്യത്തില്ലേ? അതായത് വളരെ ചെറിയ കുട്ടികളാണ്. ഇപ്പൊ 18 ആവാത്ത ഒരു 16, 15 ആ ഒരു ഏജില് ലൈക്ക് എന്തായാലും അറിയും, ഫ്രം സംവേർ അറിയും അവര്. അപ്പൊ എന്തായാലും അവരിപ്പോ ഇങ്ങനെ ഒരു നോളജ് ഉണ്ട് നോക്കിയോ, ഇപ്പൊ കോണ്ടംസ് വാങ്ങാനൊക്കെ ലീഗൽ ഏജ് ഇല്ല എന്നുള്ളൊരു സംഭവം വന്നാല് അവരത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യത്തില്ലേ? പിന്നെ ഉറപ്പായിട്ടും ട്രൈ ട്രൈ ചെയ്യണം എന്നാണോ പറയുന്നത്? ഇല്ല, അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ലിസണേഴ്സ് കുറെ പേര് ചോദിച്ചിരുന്നത് അതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സംസാരിച്ചപ്പോഴത്തേന് എല്ലാരും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തോന്നി എന്നുള്ളതാണ് ഒരു കൺസേൺ. അപ്പൊ അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഇപ്പോ മോൻ ചോദിച്ചില്ലേ, ഇതിനകത്ത് എന്തൊക്കെ, അതായത് 18 വയസ്സാകണോ, ഇത് പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണിത്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാരും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് എല്ലാരും പോയി മേടിക്കണമെന്നല്ല. സാധാരണഗതിയിൽ സ്കൂളുകളിൽ ഇപ്പൊ വളരെ ആക്റ്റീവാണ്. ഇപ്പോ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം അത് റീപ്രൊഡക്ടറി പ്രൊഡക്ഷൻ, ഇത് എഡ്യൂക്കേഷൻ മാത്രമല്ല, അതായത് മെൻസ്ട്രേഷനെ കുറിച്ചും ഓവുലേഷനെ കുറിച്ചും മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, ഇത് എങ്ങനെ എന്താ പറയാ ഹെൽത്തിയർ ആയിട്ട്, ഇമോഷണലി ഫിസിക്കലി ഹെൽത്തിയർ ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നും കൂടി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം പ്രോപ്പർ ആണ് എന്നുള്ളതിനെ കുറിച്ച് സ്റ്റിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് അതെങ്ങനെയെന്നുള്ളത് നമ്മുടെ സൊസൈറ്റി അത് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് 16 ഇയേഴ്സ് 17 ഇയേഴ്സ് ഒക്കെ സാധാരണ എക്സ്പെരിമെന്റേഷൻ നടത്താൻ സാധ്യതയുള്ള ഏജ് ഗ്രൂപ്പാണ്. സെക്ഷലി ആക്റ്റീവ് ആകുന്നത്, പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ സെക്ഷലി ആക്റ്റീവ് ആകുന്നത് ഒരു 12 ഇയേഴ്സ് മുതലാണ്. അപ്പോ അപ്പോഴും മുതലേ ഈ ക്യൂരിയോസിറ്റി തുടങ്ങും, 16-17 വയസ്സൊന്നും അല്ല. അപ്പോ ഇയാളുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ നടത്താനുള്ള ആനുകൂല്യമായ സാഹചര്യങ്ങൾ ആശ്രയിച്ചിരിക്കും അയാളുടെ എക്സ്പെരിമെന്റേഷൻ നടത്താനുള്ള പോസിബിലിറ്റീസ്. അപ്പൊ അത് ഫാമിലിയിൽ നിന്നോ സറൗണ്ടിങ്സിൽ നിന്നോ സ്കൂളിലോ അതിനകത്ത് എക്സ്പെരിമെന്റേഷൻ നടത്താനായിട്ടുള്ള പ്രോത്സാഹനജനമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാകെ തന്നെ ചെയ്യും. അപ്പൊ നമ്മളവിടെ വേണ്ടത് അത് ചെയ്തോ എന്ന് പറയുകയല്ല, അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്ന ആൾക്ക് അത് എങ്ങനെ സേഫ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അത് എല്ലാവരും യൂസ് ചെയ്തോ എന്നുള്ളതല്ല അതിനകത്ത് കണ്ടന്റ്, അതിനകത്തുള്ള മെസ്സേജ് അതല്ല പോകുന്നത്. ഇത് അങ്ങനെ ചെയ്യാൻ സാഹചര്യം വരും. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലിട്ട് അത് എക്സ്പെരിമെന്റേഷൻ നടത്തും. അത് നമ്മുടെ ചർച്ച അതിനകത്ത് ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും സൊസൈറ്റിയിൽ അത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ അയാൾക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അവോയ്ഡ് ചെയ്യാൻ, അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാൻ. അപ്പോ ഇതില് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആൺകുട്ടികൾ മാത്രമല്ലല്ലോ. അപ്പോ പെൺകുട്ടികൾ എക്സ്പെരിമെന്റ് ചെയ്യൂലേ? അപ്പൊ പെൺകുട്ടികൾ അതൊരു സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റേഷന്റെ പാർട്ട് ആവുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ 18 വയസ്സിന് താഴെ വെച്ച് തന്നെ അമ്മയാകേണ്ടി വരില്ലേ? അപ്പൊ അതിന്റെ ഒരു സോഷ്യൽ ഇഷ്യൂസ് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഒരു 18 വയസ്സാകുന്നതിന് മുന്നേ തന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുക, ഒരു അമ്മയാകുമ്പോഴത്തേനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക, അതിനകത്തുള്ള ഒരു എത്രത്തോളം വിങ്സ് കട്ട് ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്ക്. എത്ര പൊട്ടൻഷ്യൽ ഉള്ള കൊച്ചിന് ഒരുപാട് ഒതുങ്ങേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ മാം, എന്നാലും ഇപ്പൊ പറഞ്ഞതിലും എവിടെയൊക്കെ ആ ഒരു ഛായ അത് വന്നത് കറക്റ്റ് ആയിട്ട് പറയേ, അത് എന്നാലേ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ആ ഒരു ഏജിലുള്ളവർക്ക് ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാം, എന്നാലും ഇത് അത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. അതിപ്പോ ഏത് ഇതായാലും ആ ഒരു സിറ്റുവേഷൻസ് വന്നാല് അവർക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഇത് വരും. എന്നാലും അവർക്കൊരു ഇത് ഇതിപ്പോ മെന്റലി സ്റ്റേബിൾ ആവാണ്ട് ഈ ഒരു
എക്സ്പെരിമെന്റേഷൻ നടത്തുന്നത് ഓക്കെ ആണോ എന്ന് എനിക്ക് ലൈക്ക് ഞാൻ പേഴ്സണലി ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇത് അത് വരുന്ന പേഴ്സൺ ടു പേഴ്സൺ ഇതിന്റെ ഒപ്പീനിയൻസ് വ്യത്യാസമുണ്ട്. ഇപ്പൊ മെന്റലി സ്റ്റേബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വയസ്സിൽ മെന്റലി സ്റ്റേബിൾ ആകാത്ത ആൾക്കാരുണ്ട്, 70 വയസ്സിൽ മെന്റലി സ്റ്റേബിൾ ആകാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പെർവേർട്ടുകളെ കാണാറില്ലേ? നിനക്ക് പേഴ്സണലി ആരെയും അറിയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെന്റലി സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളത് ഒരു പ്രായോഗികമായ കാര്യമല്ല. പിന്നെ ഈ സംഭവം പ്രകൃതി വെച്ചിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല. അപ്പൊ നേച്ചറിന്റെ ഭാഗമായിട്ട് നേച്ചറിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഈ സംഭവം. അപ്പോൾ സെക്ഷലി ആക്റ്റീവ് ആകുന്ന ഏജിൽ മെയിൽസിന് ഫീമെയിൽസിനോടും ഫീമെയിൽസിന് മെയിൽസിനോടും അട്രാക്ഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത് ആരും എഴുതി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആ സംഗതിയെ, ആ ഒരു നോർമലി പ്രകൃതി സെറ്റ് ചെയ്തിരിക്കുന്ന സംഗതിയെ ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് മാത്രമാണ് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഇവിടെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. അതായത് ഇപ്പോ ഒരു സെക്ഷലി ആക്റ്റീവ് ആകുന്ന ഒരു ടീനേജർ ആയിട്ടുള്ള മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ, അപ്പൊ അവര് റിലേഷൻഷിപ്പ് അഡ്വൈസ് കൊടുക്കുമ്പോഴത്തേനും ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കാളും നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, അതിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോ അതിനകത്തുള്ള പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകുമോ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക. ഇതിനകത്ത് ഈ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ട്രോമാസ് ആണ് പോസിബിളി ഹാപ്പൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പോസിറ്റീവ്സ് അതിനകത്ത് നിന്ന് ഉണ്ടാകും, പേഴ്സണൽ ഗ്രോത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ചിന്തിപ്പിക്കുക മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അത് നിനക്കറിയില്ലേ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ സ്വാഭാവികമായിട്ടും ഇനി കാണരുത് മിണ്ടരുത് എന്ന് പറഞ്ഞ് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങി പോകാനുള്ള അർജ് വരുന്ന എവിടെന്നാ? ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? അത് നേച്ചറിന്റെ അർജാണ്. അപ്പോ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള മെന്റൽ കേപ്പബിലിറ്റി കൊടുക്കുകയാണ് ഒരു പിന്നെ ആ സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മെഡിക്കൽ പേഴ്സണൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ അതിന്റെ ആ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഇത് എന്തായാലും റിലേഷൻഷിപ്പിന്റെ കൂടെ വരുന്ന സാധനമാണ്, അതിന്റെ ഒരു കോംബോയാണ് ഈ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ. റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോട് അറ്റാച്ച്മെന്റ് വരുമ്പോൾ സെക്ഷൽ എക്സ്പെരിമെന്റേഷന് തയ്യാറാകുന്നത് സ്വാഭാവികം മാത്രമാണ്, അല്ലേ? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? അതെ അതെ യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള റിസ്ക് ഫാക്ടേഴ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് നമുക്കൊരു ഇൻപുട്ട് ഇടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. എനി ക്വസ്റ്റ്യൻസ്? ഇപ്പോ നേരത്തെ പറഞ്ഞ ടോപ്പിക് എടുക്കുവാണെങ്കിൽ അബോർഷന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ അബോർഷൻ ചെയ്യുന്നത് ഹെൽത്തി ആണോ? ലൈക്ക് ചെയ്യുന്ന പേഴ്സണ് ഹെൽത്ത് ആണോ? ഒരിക്കലും അല്ല. അപ്പോ ഇത് ഡേഞ്ചർ ആണോ? ലൈക്ക് അത് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രോമ സ്റ്റേജ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോകാറുണ്ടോ? അത് ഒരുപാട് പേഴ്സൺ ടു പേഴ്സൺ ആണ് അതിനകത്ത് വ്യത്യാസം വരുന്നത്. നമുക്കൊരു അല്ല, എന്നാലും കോമൺലി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഡേഞ്ചർ ആണോ? ആസ് എ പേഴ്സൺ ഫീമെയിലിന് ഡേഞ്ചർ ആണോ? പിന്നെ തീർച്ചയായിട്ടും ആണ്. കാരണം ഡേഞ്ചർ ഇൻ ദ സെൻസ് അതിനകത്തുള്ള ഇതിന്റെ ഗ്രേഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എത്ര പെർസെന്റേജ് അയാൾക്ക് പ്രശ്നം വരാം എന്നുള്ളത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് അബോർഷൻ സംഭവിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ ഭ്രൂണം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡോമെട്രിയൽ ലെയർ അടക്കം ഷെഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചിലർക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് വേണ്ടിവരും, ചിലർക്ക് മെഡിക്കൽ എയ്ഡ് മാത്രം, ടാബ്ലറ്റ് മാത്രം മതിയാവും, ചിലർക്കാണെങ്കിൽ ഹോർമോൺസിന്റെ സപ്ലിമെന്റ് വേണ്ടി വരും. പലതരത്തിലാണ് ട്രീറ്റ്മെന്റ് പോകുന്നത് ഓരോരുത്തർക്കും. അത് ആള് മാത്രമല്ല, എത്ര ദിവസത്തെ ഗ്രോത്ത് ഉണ്ട് ഈ ഭ്രൂണത്തിന്, എത്ര ദിവസത്തെ അല്ലെങ്കിൽ എത്ര മാസത്തെ ഗ്രോത്ത് ഉണ്ട് എന്നതിനെ ആശ്രയിച്ചും ട്രീറ്റ്മെന്റ് വ്യത്യാസം വരും. സാധാരണ 24 ആഴ്ചക്ക് ഉള്ളിലാണെങ്കിൽ മെഡിക്കൽ എയ്ഡ് മാത്രം അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയേഴ്സ് ഇല്ലാതെ തന്നെ ചെയ്യാൻ എത്ര പറ്റും. ടൈമിന്റെ അകം വരെ നമുക്ക് അബോർഷന്റെ ഇത് മെഡിക്കലി പറയുന്നുണ്ട്? അതാ പറഞ്ഞു, 24 വീക്സിനുള്ളിൽ നമുക്ക് മെഡിക്കൽ അബോർഷൻ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് Possible ആണ്. പ്രഗ്നൻസി അത് പോസിബിൾ ആണ്. അത് കഴിഞ്ഞിട്ടും പോസിബിൾ ആണ്. ബട്ട് അപ്പോഴത്തേനും നേരത്തെ ചോദിച്ച ഒരു ചോദ്യമില്ലേ, അതായത് ഒരു ജീവൻ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടാവും, അത് ആ സമയത്ത് ഫുള്ളി ഫോം ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം വളർന്നിട്ടുണ്ടാവും. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. മനുഷ്യന്റെ അതിന്റെ രൂപമൊക്കെ വന്നിട്ടുണ്ടാവും, അത് ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസും കൂടുതലാണ്. ഇത് ഫിസിക്കലി വരുന്നത്, അതിനുശേഷം വരുന്നത് എക്ലാംസിയ, പ്രീ എക്ലാംസിയ തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് വരാം. അതിനകത്ത് പെൽവിക് ഇൻഫ്ലമേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ, പിന്നെ അനീമിയ തുടങ്ങിയ പ്രശ്നങ്ങൾ വരാം. ഇതെല്ലാം പോയിട്ട് പിന്നെ ഇൻഫെർട്ടിലിറ്റിയുടെ പോസിബിലിറ്റീസ് ഉണ്ട് ലേറ്റ് ലൈഫിൽ. അതായത് നമ്മളിപ്പോ നമ്മുടെ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് ഇതിനകത്ത് ഒരു 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി പ്രഗ്നന്റ് ആവുമ്പോഴത്തേനും അത് ലീഗലി റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.
സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ ഒരു മെയിൽ പാർട്ണറും ഫീമെയിൽ പാർട്ണറും ഉണ്ടെങ്കിലും ട്രോമ സഹിക്കുന്നത് 95% ഈ പെൺകുട്ടി തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ അകത്തുള്ള ഫിസിക്കൽ ട്രോമ, മെഡിക്കലി ഉള്ള പ്രശ്നങ്ങൾ, അതിനകത്തുള്ള ഫിസിക്കൽ കൺസേൺസ്, ഇമോഷണൽ കൺസേൺസ്, അപ്പോൾ ഇതെല്ലാം സഹിക്കേണ്ടത് ഈ പെൺകുട്ടി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്കുള്ള ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ തന്നെ അവരുടെ പാരൻസിനുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് വളരെ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ എനിക്കൊരു ഡൗട്ട് എന്ന് പറയാം മാം, ഇത് ഇപ്പൊ ഒരിക്കൽ ഒരു ഗേൾ അബോർട്ട് ചെയ്തു, അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നെ പ്രഗ്നൻസി ആവാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. അത് ഇതിനെ ബേസ് ചെയ്ത് വരുന്നതാണോ? അത് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ കേസും അങ്ങനെയല്ല. പക്ഷെ ചില ഇതിൽ അഫക്റ്റ് ഉണ്ടാവും ഇനി സാധ്യതയുണ്ട്. ലേറ്റ് സ്റ്റേജിലെ ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ കേസ് എടുക്കുമ്പോഴത്തേനും അങ്ങനെ ഹിസ്റ്ററീസ് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു പോസിബിലിറ്റീസ് ഒഴിവാക്കാൻ പറ്റില്ല, ഉണ്ട്, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഈ അബോർഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന എല്ലാവരും ഇൻഫെർട്ടൈൽ ആവണമെന്നൊന്നുമില്ല കേട്ടോ. അതൊരു ചെറിയൊരു ശതമാനം മാത്രമാണ്. അത് പൂർണ്ണമായിട്ട് അതിന്റെ വൺ ഓഫ് ദ റീസൺസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതില് എനിക്കറിയാം ഇനിയും ഒരുപാട് സബ് ഡിവിഷൻസ് ഉള്ള ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ക്വരീസ് ഞാൻ ഇനിയും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നമ്മള് നിങ്ങൾ ലിസണേഴ്സ് ആവശ്യപ്പെട്ട ചില ഡീറ്റെയിലിംഗ് ആവശ്യമുള്ള ടോപ്പിക്ക് മാത്രമാണ് ഞാനും പിള്ളേരുമായിട്ട് ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ള ഇതിന്റെ സബ് ടൈറ്റിൽസിൽ ഇനിയും വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ക്വരീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് അങ്ങനെ പ്ലാൻ ചെയ്യാം. താങ്ക് യു ഫോർ ലിസണിങ്. This is Dr. Shubha Valsalam. Thank you so much.